അപ്പോൾ ഇന്ന് ഈ ഓഷോയെ പറ്റി തന്നെ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഷോയെ പറ്റി ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള കാര്യം പറയാം. ഞാനൊരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. ഓഷോ ഇങ്ങനെ എന്താ പറയുക, മഹർഷി മഹേഷ് യോഗി ആത്മീയതയിൽ LSD കലക്കി, ഓഷോ ലൈംഗികതയും കലക്കിയെന്ന്. ഈ ഓഷോയെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉള്ളതിനും ഓഷോയെ ഞാൻ വളരെ മഹാനായി കാണുന്നതിൻ്റെയും കാരണം അദ്ദേഹം ലൈംഗികതയെ പറ്റി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നമ്മളെന്തിനാണ് ഈ ലൈംഗികതയെ പേടിക്കുന്നത്? അല്ലെങ്കിൽ ഇതെന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ബോധത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിനൊരു പ്യൂരിറ്റിയും അതിനൊരു ദിവ്യത്വം ഉണ്ടാകുന്നത്. അത് ലൈംഗികത എന്നല്ല, എന്തിനും. ഇതാണ് ഓഷോ ലൈംഗികതയെ പറ്റിയും പറഞ്ഞത്. അതായത് ലൈംഗികത ഒരു പ്യുവറായിട്ടുള്ള, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന, വളരെ അവയർനെസ്സോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കോടിക്കണക്കിന് സബ്ജക്റ്റുകളെ പറ്റി സംസാരിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ അറിവ്. ഞാൻ തന്നെ ലക്ഷക്കണക്കിന് സബ്ജക്റ്റുകളെ പറ്റി അദ്ദേഹം പറയുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്, ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഇത്രയും സബ്ജക്റ്റ് പറഞ്ഞ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ലൈംഗികത. പക്ഷെ അതിനാണ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി, അറ്റൻഷനും കിട്ടിയത്. കാരണം ലൈംഗികത എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഊർജ്ജം, ഒരു ഉണർവ് മനസ്സിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. കാരണം ഈ ലൈംഗികത എന്തോ മോശപ്പെട്ട കാര്യമാണ്, അതെന്തോ അപരാധമാണ് എന്നുള്ള ചിന്ത. നമുക്ക് ഇത്തരം ചിന്തയുള്ള ആളുകളെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരാണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ലൈംഗികതയെ ആയുധമാക്കി എടുക്കുന്നവർ. അവർ ലൈംഗികത എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണ്, ഇതൊരു മറ്റൊരാളെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും വേണ്ടിയുള്ള ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവർക്കിത് സംഭവിക്കുന്നത്. ഈ ലൈംഗികത വളരെ പ്യുവറായിട്ട്, വളരെ അവയർനെസ്സോടുകൂടി, വളരെ സ്നേഹത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് സ്നേഹമുള്ള ആളോടൊപ്പം ചെയ്യേണ്ട കാര്യവുമാണത്. നമുക്ക് വഴിയെ പോകുന്ന ആരുടെയും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവർക്ക് അതുകൊണ്ട് ഭയങ്കരമായ എനർജി ലോസ് ഉണ്ടാകുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്നേഹമുള്ള ആളുകളോട് മാത്രമേ നമ്മളത് ചെയ്യാവൂ. അത് നമ്മൾ വളരെ അവയർനെസ്സോടു കൂടി, വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ പൂജ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമ്മളോടൊപ്പമുള്ള പുരുഷനോ സ്ത്രീയോ ആരുമായാലും അവരെ നമ്മൾ അത്രയും പ്യൂരിറ്റിയോടുകൂടി കാണുകയും അത്രയും എന്താ പറയുക, ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ശരീരമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ഒരു നിമിഷത്തേക്കെങ്കിലും ഒരൊറ്റ ശരീരമായിട്ട് മാറുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സാണിത്. ഇതിൻ്റെ ശരിക്കും രണ്ട് സോൾ ആയിട്ട് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ എല്ലാം ഒന്നാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിലെ സെൽഫ് ഐഡൻറ്റിറ്റി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷനുണ്ട്. നമുക്കതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്. പക്ഷേ ഒരു നിമിഷത്തേക്കെങ്കിൽ പോലും നമുക്ക് ആ ഒരു വൺനെസ് ഫീൽ ചെയ്യുന്നതാണ് ഈ സെക്സിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഈ സെക്സിനെ വളരെ ഫണ്ണായിട്ട്, വളരെ പ്ലേഫുള്ളായിട്ട്, ഒരു എന്താ പറയുക, കുട്ടിത്തത്തോടു കൂടി അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നവർക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്സ് ഉണ്ടാകുന്നത്. ഇതെന്തോ ഒരു മാരകമായ മോശപ്പെട്ട കാര്യമാണ്, ഇത് നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇതെന്തോ വൃത്തികേടാണ്, നമ്മളിത് ഒരു ബാധ്യത പോലെ ചെയ്തു തീർക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടുന്ന ഒരു ചപലതയാണ് ഇതെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും മോശം സെക്സ് അനുഭവം ഉണ്ടാകുന്നത്. അവരോടൊപ്പം സെക്സ് ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വെറുക്കപ്പെട്ട അനുഭവമായിട്ട് സെക്സ് മാറും. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളതിൽ ഒരു 2 പേർക്കെങ്കിലും ഇതേ അനുഭവം ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതായത് വളരെ മോശപ്പെട്ട സെക്സ് അനുഭവം അവരുടെ സെക്ഷുവൽ പാർട്ട്നേഴ്സിൽ നിന്ന് ഉണ്ടായവരുണ്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ട്നേഴ്സ് ഈ സെക്സിനെ ഒരു ജോലിയായിട്ട് കാണുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്യൂരിറ്റി മനസ്സിലാക്കാതെ, അതിൻ്റെ ഒരു ദിവ്യത്വം മനസ്സിലാക്കാതെ അത് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹത്തോട് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ വളരെ അവയർനെസ്സോടു കൂടി, ബോധത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിനൊരു ഭംഗിയുണ്ടായിരിക്കും. അത് എന്ത് കാര്യമായാലും, നമ്മളൊരു സിഗരറ്റ് വലിക്കുന്നതായാലും ഒരു കള്ള് കുടിക്കുന്നതായാൽ പോലും. പക്ഷേ ഇത് ഈ സിഗരറ്റിൻ്റെയോ കള്ളിൻ്റെയോ കാറ്റഗറിയിൽ പെടുത്തേണ്ട ഒരു കാര്യമേ അല്ല. പലരും ആ കാറ്റഗറിയിലാണ് ഈ സെക്സിനെ അല്ലെങ്കിൽ ലൈംഗികതയെ പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനൊരു ചിന്ത എനിക്കുണ്ടായത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സിൻ്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ടുണ്ടാകുന്ന ഒരു മെർജിങ് ആണ് ശരിക്കും പറഞ്ഞാൽ സെക്സ്. സെക്സ് ഒരു വളരെ യാന്ത്രികമായി ജോലി തീർക്കുന്നത് പോലെ, ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന ആ ഒരു ഓർഗാസ്മിക് സുഖത്തിന് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യമല്ല. പലപ്പോഴും എനിക്ക് തോന്നുന്നു ആണുങ്ങളെല്ലാവരും സെക്സ്, മെജോറിറ്റി ആളുകളും എന്താ പറയുക, വളരെ യാന്ത്രികമായി ചെയ്യുകയാണ്. കാരണം അവർക്ക് ആ ഒരു ക്ലൈമാക്സിങ് പൊസിഷനിലാണ് ഏറ്റവും പീക്ക് ഓഫ് ഫീൽ ഉണ്ടാകുന്നത്. സോ ആ ഒരു പീക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്.
അതായത് എങ്ങനെ ക്ലൈമാക്സ് ചെയ്യണം, ക്ലൈമാക്സ് ചെയ്ത് ആ ഓർഗാസത്തിലെത്തണം, എത്തിക്കഴിയുമ്പോൾ ഒരു സുഖം കിട്ടും, ആ എത്തുന്ന സമയത്തൊരു സുഖം കിട്ടും. ആ ഒരു നിമിഷ നേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി ഒരു ഓട്ടമായിട്ടാണ് പലപ്പോഴും പുരുഷന്മാർ ഈ സെക്സിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതേസമയം സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അതറിയാമായിരിക്കും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പുരുഷന്മാർ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈംഗികത ഒരു മോശപ്പെട്ട കാര്യമല്ല. ഇത് ഒരു സ്ത്രീയുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കവർന്നെടുക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു ബുദ്ധി ഉപയോഗിച്ച് തട്ടിപ്പറിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല, ഈ ലൈംഗികത വളരെ താളത്തോടു കൂടി വളരെ ബോധത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ പാട്ട് കേട്ട് തീർക്കാനാണോ ശ്രമിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സുഖം. നമ്മൾ ആ പാട്ടിൻ്റെ അറ്റം എത്താൻ വേണ്ടി അല്ലെങ്കിൽ പാട്ടിൻ്റെ അവസാനത്തെ വരി കേൾക്കാനല്ല പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ ആസ്വദിക്കും. അല്ലാതെ ലൈക്ക് പാട്ട് പ്ലേ ചെയ്ത് പെട്ടെന്ന് ഈ പാട്ടൊന്ന് തീർന്നിരുന്നെങ്കിൽ അതിൻ്റെ അറ്റത്തെത്തിയേനെ എന്ന് വിചാരിച്ചുള്ളൊരു പോക്ക് നമ്മൾ പോവില്ല. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള പാട്ടാണെങ്കിൽ നമ്മളതിൻ്റെ ആദ്യത്തെ ഒരു മ്യൂസിക് റൈസ് ചെയ്യുന്നത് മുതൽ അവസാനത്തെ താളം അവസാനിക്കുന്നത് വരെ, അത് താഴുന്നത് വരെയും നമ്മൾ വളരെ എൻജോയ് ചെയ്യും ഈ പറയുന്ന മ്യൂസിക്കിനെ. അതുപോലെയാണ് നമ്മൾ സെക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ലൈംഗികത എന്തോ ഒളിച്ചു വയ്ക്കപ്പെടേണ്ട അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ലാത്ത അറപ്പുളവാക്കുന്ന ആ ക്ലൈമാക്സിങ്ങിന് വേണ്ടി, ഓർഗാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു വസ്തുവായിട്ട് കാണരുത്. അത് വളരെ മനോഹരമായൊരു കാര്യമാണ്. ഒരു പാട്ട് കേൾക്കുന്നത് പോലെ നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് ലൈംഗികത. നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറയാം, ഓഷോയെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതുവരെ കണക്ട് ചെയ്താണ് പറയുന്നത്. ഈ യാഥാസ്ഥിതികത തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ന് പറയുന്ന പല ഗുരുക്കന്മാരും ലൈംഗികതയെപ്പറ്റി സംസാരിക്കാൻ വളരെ മടിക്കാറുണ്ട്. കാര്യം അവർ സൊസൈറ്റി പേടിക്കുന്നു. എന്തെങ്കിലും ഒരു തരത്തിലുള്ള പേടി നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനാണെങ്കിൽ ആ പേടി ഒന്നിനും നല്ലതല്ല. കാരണം ആ പേടിയുള്ളവൻ ബോധോദയം നേടിയ വ്യക്തിയല്ല. സംസാരിക്കാൻ പേടിയില്ലാത്തത് കൊണ്ടാണ് ഓഷോയ്ക്ക് ബോധോദയം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വേറൊരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലാണുള്ളത്. രമണ മഹർഷി അദ്ദേഹം ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കഥ, രമണ മഹർഷിയുമായി ബന്ധപ്പെടുത്തി പറയാം. രമണ മഹർഷിയുടെ അടുത്ത ഡിസേബിൾസിൽ ഒരാളെ ഇതുപോലെ അവിടെ ആ തിരുവണ്ണാമലയിൽ ആ നാട്ടുപ്രദേശത്ത് ഒരു വീട്ടിലൊരു സ്ത്രീയോടൊപ്പം ആളുകൾ പിടിക്കുകയും, ആളുകൾ അന്ന് ഈ മോറൽ പോലീസിങ് സദാചാര ഗുണ്ടായിസമൊക്കെയുള്ള കാലഘട്ടമാണ്. അദ്ദേഹത്തെ ഓടിക്കുക, അദ്ദേഹം ഓടി വന്ന് മഹർഷിയുടെ അടുത്ത് അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി. എന്തിനാണ് ഇയാൾ മഹർഷിയുടെ അടുത്ത് നിൽക്കുന്നത്? ലൈംഗികതയിൽ താല്പര്യമുള്ള ഇയാൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇയാളെ നമ്മൾ ആദ്യം ഓടിച്ചു വിടണ്ടേ എന്നൊക്കെ പല മുറുമുറുപ്പുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടായി. രമണ മഹർഷി ചെയ്ത കാര്യം എന്താണെന്നറിയുമോ? രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളായിട്ട്, അതായത് എപ്പോഴും രമണ മഹർഷിയുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അറ്റൻഡേഴ്സിനാണ്. അതായത് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാവുന്ന ആളുകൾ. ആ ഒരു ജോലിയിലേക്ക് ആ ജോലി ചെയ്യാൻ അവിടെ ക്യൂ ആണ്, അടിച്ചേൽപ്പിക്കുന്ന ഒരു ജോലിയല്ല. ആ ജോലി ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. കാരണം കൂടുതൽ സമയം ഭഗവാനുമായി സ്പെൻഡ് ചെയ്യാന്നുള്ള തെറ്റിദ്ധാരണ. സോ അതുകൊണ്ട് രമണ മഹർഷി ആ ജോലി ചെയ്യാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതും ആളുകളെ വല്ലാതെ മുറുമുറുപ്പിച്ചു. അപ്പോൾ രമണ മഹർഷി അവരോട് പറഞ്ഞത് ഒന്നേ ഉള്ളൂ: നിങ്ങൾ പലരും ഇത് ഒളിച്ചുകൊണ്ട് ചെയ്യുന്നു, അദ്ദേഹം പിടിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. കാരണം ഈ ലൈംഗികത എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുള്ള കോമൺ സെൻസും ശരീരത്തിൻ്റെ രസങ്ങളെല്ലാം നല്ല രീതിയിലും പോകുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്നൊരു വികാരമാണ്. അതെന്തോ വളരെ മോശപ്പെട്ട കാര്യമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് മോശപ്പെട്ട രീതിയിലാക്കാൻ പറ്റും, നമ്മുടെ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഗേളുമായൊരു അഫെയർ വയ്ക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഗേളുമായിട്ട് അഫെയർ വയ്ക്കണോ വേണ്ടേ, ഇത്തരം കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഏതൊരു വികാരത്തെയും എന്തോ മോശപ്പെട്ട കാര്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ചിന്ത എല്ലാം റൈസ് ചെയ്യുന്നത് ഞാനെന്ന് പറയുന്ന ഭാവത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ആ ഞാൻ തന്നെയാണ്. ഈ ലൈംഗികത ഉൾപ്പെടെ ഞാൻ തന്നെയാണ്. സോ നമ്മൾ ഈ സൊസൈറ്റൽ ലൈഫിൽ നമ്മൾ നമ്മളെന്താ പറയുക, ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കുമ്പോൾ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ട്രാൻസെൻഡൻസ് ഉണ്ടാക്കിയ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഈഗോ സെൽഫ് ഡിസോൾവ് ചെയ്ത ഒരാൾക്ക് പിന്നീട് സെക്സിൽ താല്പര്യം ഉണ്ടായെന്ന് വരില്ല. എന്നാൽ താല്പര്യം ഉള്ളവരും ഉണ്ടായിരിക്കാം. അത് തമ്മിൽ ഓരോ ശരീരത്തിൻ്റെ കർമ്മം പോലെ ഇരിക്കും. ആ ശരീരത്തിൽ അയാൾ കല്യാണം കഴിക്കാനും അയാൾക്ക് മക്കളുണ്ടാവാനുമാണ് അയാളുടെ പ്രാരാബ്ധ കർമ്മത്തിലെ വിധി എന്നുണ്ടെങ്കിൽ അയാളത് ചെയ്താലേ സാധിക്കുകയുള്ളൂ. അയാൾക്കതിൽ യാതൊരു അറ്റാച്ച്മെൻറ്റോ ഐഡൻറ്റിഫിക്കേഷനോ ഉണ്ടായിരിക്കില്ല, അതിങ്ങനെ സംഭവിച്ചു പോകും. പക്ഷേ
നമ്മൾ ഒന്നിനെയും അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതെന്തോ മോശപ്പെട്ട കാര്യമാണെന്ന് കാണുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കാഴ്ചയിലാണല്ല ഇരിക്കുന്നത്, നമ്മുടെ പെർസ്പെക്റ്റീവിലാണല്ല. നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഇത് നല്ലതാണെങ്കിൽ അത് നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളല്ലോ, മാംസം കഴിക്കണോ വേണ്ടതെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ പെർസ്പെക്റ്റീവാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന്. നമുക്കിതിനെ നല്ലതും ആക്കാം ചീത്തയും ആക്കാം. വെരി സിമ്പിൾ. ഓഷോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഓഷോയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പലരും അവകാശപ്പെട്ടിട്ടുണ്ട്. എനിക്കതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓഷോ ഒരു കൾട്ട് ലീഡറാണ്, ഓഷോ ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന്, അല്ലെങ്കിൽ ഓഷോയുടെ കൾട്ട് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് കാലാകാലങ്ങളിൽ മീഡിയയും മറ്റുമൊക്കെ അവകാശപ്പെടുകയും അദ്ദേഹത്തെ മോശമായിട്ട് ചിത്രീകരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൾട്ടിൽ നിന്ന് വിട്ടുപോയവർ, അല്ലെങ്കിൽ ഓഷോയുടെ ഈ ആശയങ്ങളൊക്കെ നമുക്ക് വേണ്ടാത്ത കാര്യമാണെന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ച് പോയവർ, ഈ കൾട്ടിനെതിരെ സംസാരിച്ച ആളുകൾ പോലും ഒരിക്കൽ പോലും ഓഷോ ആരോടും മോശമായി പെരുമാറിയതായിട്ടോ ഒരു മോശം വാക്ക് സംസാരിച്ചതായിട്ടോ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ അവയർനെസ്സിൻ്റെ, അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം എല്ലാവരോടും വളരെ സൗമ്യമായി സ്നേഹത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ലെവൽ റൈസായി നിൽക്കുന്നതിന് തെളിവ്. അദ്ദേഹം സമ്പൂർണ്ണമായ ബോധത്തിൽ അലിഞ്ഞു ചേർന്ന് പൂർണ്ണത അറിഞ്ഞ ആളാണോ എന്ന് എനിക്കറിയില്ല. എനിക്കതറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്ന കാര്യമായാലും അദ്ദേഹം പറയുന്ന കാര്യമായാലും നമുക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ടൂള് മാത്രമാണ് ഇതെല്ലാം. ശരിക്കും എനിക്ക് ഞാനെന്ന് പറയുന്ന ലോകം മാത്രമേ ഉള്ളൂ. ഞാൻ കാണുന്ന ആളുകളാരും എനിക്കില്ല. അവരെല്ലാം എനിക്കൊരു ഇല്യൂഷൻ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ശബലകൾ മാത്രമാണ്. നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചുറ്റിനും ഈ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു ഫിലിം ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുക, അതിൽ നമുക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ആവശ്യമില്ലാതെ ഹേറ്റ് എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ വെറുപ്പ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ കയറ്റി വയ്ക്കരുത്. ഈ വെറുപ്പ് നമ്മളെ കൊല്ലും, യാതൊരു സംശയമുണ്ട്. കൊല്ലുമെന്ന് മാത്രമല്ല, നമ്മളെ സഫറിങ്ങിൻ്റെ റേറ്റ് കൂട്ടും. ഇപ്പോൾ സയൻസ് തന്നെ പറയുന്നുണ്ട്, ഭയങ്കര ഹേറ്റ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ എപ്പോഴും റൈസായി നിൽക്കും. നമുക്ക് ആരോടെങ്കിലും വെറുപ്പ്, ദേഷ്യം സ്ഥിരമായിട്ടുണ്ടെങ്കിൽ, നമ്മളതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ റൈസായി നിൽക്കുകയും അത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ഇതിനൊരു ആത്മീയ തലമുണ്ട്. ലൈക്ക് നമ്മൾ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കുന്ന ആത്മീയ തലത്തിലും പറയുന്നുണ്ട്. ഇതിലേത് തലം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ബേസിക്കലി ഹേറ്റ് ഒരു മോശപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഹേറ്റ് കൊണ്ട് നമുക്ക് നഷ്ടമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻസിനും നമ്മുടെ എനർജിക്കും നമ്മുടെ ചുറ്റിനും നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു താഴ്ച മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ശരിയായി ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ തലയിലെടുത്ത് വെച്ചാൽ അയ്യോ ഇത് നല്ലതാണെന്ന് പറയണമെന്നല്ല. ഒരു ചാൻസ് കൊടുക്കുക, ഒന്ന് ഓപ്പണായിട്ടിരിക്കുക. നമ്മളൊന്ന് ഓപ്പണായിട്ട് കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലതാണോ അല്ലെന്ന് നമുക്ക് ചിലപ്പോൾ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ ബോധത്തോടു കൂടി അവയർനെസ്സോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയുള്ളതും നല്ലതുമായിട്ട് മാറും. അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവയർനെസ്സോടു കൂടി ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ അവയർനെസ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. അത് മറക്കാതിരിക്കുക. എപ്പോഴും നമ്മുടെ നമ്മൾ ഏത് ലെവലിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും, ഇപ്പോൾ സ്പിരിച്വൽ ലെവലിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും മെറ്റീരിയലിസ്റ്റിക് ലെവലിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും, സെക്സ് എന്ന് പറയുന്ന കാര്യത്തെ, അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്ന കാര്യത്തെ ഒരു പ്യൂരിറ്റിയോടുകൂടി കാണുക. പ്യൂരിറ്റിയോടുകൂടി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുകത്തോടു കൂടി, ഒരു കുട്ടിത്തത്തോടു കൂടി കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ജോലിയായി കാണരുത്, ഇതൊരു മോശപ്പെട്ട കാര്യമാണ്, ഒരു വൈകൃതമായി കാണരുത്. സെക്സിനെ വൈകൃതമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മളത് ഓട്ടോമേറ്റഡ് ആയിട്ട്, നമ്മളൊരു യാന്ത്രികമായി വെറുതെ ചെയ്തു തീർക്കുന്ന ഒരു ജോലിയായിട്ട് തന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് എനിക്കെന്തോ നേടിയെടുക്കാനുള്ള കാര്യമാണ്, എൻ്റെ ഡോമിനൻസ് കാണിക്കാനുള്ളൊരു കാര്യമാണെന്നൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെക്സ് ഒരു വൈകൃതമായിട്ട് മാറും. അതുകൊണ്ട് വളരെ മോശം അനുഭവം ആ കുട്ടിക്കും നിങ്ങൾക്ക് സ്പിരിച്വലായി ഉണ്ടാകും. ആണുങ്ങൾക്ക് പൊതുവെ സ്പിരിച്വലായിട്ട് ഉണ്ടാകുന്നത് ആണ് സംഭവിക്കുന്നത്. കാരണം അവർക്ക് ഫിസിക്കൽ ഹേർട്ടിങ് ഇത്തരം സിറ്റുവേഷനിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇല്ല എന്നല്ല, കുറവാണ്. സോ എന്തിനാണ് അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്?
നിങ്ങളുടെ ലൈഫിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, നിങ്ങൾ എപ്പോഴും അവയർനെസ്സോടു കൂടി ബോധത്തോടു കൂടി ഇരിക്കുക എന്ന് ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും തന്നെയാണ്. അത് പല്ല് തേക്കുന്നത് മുതൽ ലൈംഗികത മുതൽ എന്ത് കാര്യത്തിലും, നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് പോലും നമുക്ക് ബോധത്തോടു കൂടി ഇരിക്കാനും ചെയ്യാനും സാധിക്കണം. അങ്ങനെ ഇരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ അവയർനെസ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശുദ്ധമായ ബോധമായിട്ട് ഈ ലൈഫ് ടൈമിൽ ഈ ഒരു ശരീരത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എത്താൻ എല്ലാവർക്കും പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലർക്ക് പറ്റുമായിരിക്കും, ചിലർക്ക് പറ്റാതിരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അവയർനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, ഒരു എഫേർട്ടോടു കൂടി തന്നെ അവയർനെസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ശുദ്ധബോധത്തിൻ്റെ ഒരു അനുഗ്രഹവും അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. അതൊരു കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറയുന്നത്. സ്റ്റിൽ എല്ലാവരും ബുദ്ധനും രമണ മഹർഷിയും ഓഷോയുമായി തീരുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെ ആവാത്തവർക്ക് ഇവിടെ സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ഹാപ്പിനെസ്സോടു കൂടി, അവയർനെസ്സോടു കൂടി നിലനിൽക്കണ്ടേ? നിന്നാലേ പറ്റൂ. അല്ലെങ്കിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സോ ദയവ് ചെയ്ത് ഒന്നിനെ ഒരു വൈകൃതമായി കാണരുത്. ഓഷോയുടെ അടുത്തേക്ക് ആളുകൾ ഒഴുകിയെത്താൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു 1970കളുടെ തുടക്കത്തിലാണ്. അന്ന് ഓഷോ സെക്സിനെ പറ്റി അധികം സംസാരിക്കാറേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 80കളിലാണ് അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കുകയും സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സത്സംഗങ്ങൾ കൊടുക്കുമ്പോൾ പ്രസംഗിക്കുകയും പിന്നീട് അതൊക്കെ ബുക്സായിട്ട് വന്ന് എന്താ പറയുക, മറ്റേ വിറ്റ് ലക്ഷക്കണക്കിന് കോപ്പികളൊക്കെ വിറ്റ് പോവുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആദ്യമായി എത്തിയ ആളുകൾ ആരും സെക്സിൻ്റെ ഒരു മോട്ടിവേഷൻ കൊണ്ടുണ്ടാകുന്നില്ല. ഇന്ന് ഓഷോയെ പറ്റി വന്ന വൈൽഡ് വേൾഡ് കൺട്രി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയിൽ ഷീല എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ നിങ്ങൾ ആ ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ആ ഷീല ഒരിക്കലും ഓഷോയെ സെക്ഷലി അട്രാക്റ്റഡായി വന്ന വ്യക്തിയൊന്നുമല്ല. അവർ ഓഷോയ്ക്കെതിരെ ഒരുപാട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പിന്നീട് ജയിലിൽ പോവുകയും ചെയ്തിട്ട് ഇന്നും അവർ, എനിക്കൊന്നും ഇപ്പോൾ ഒരു 75 വയസ്സൊന്നും ഉണ്ടാവും, അവർ ഓഷോനെ ശത്രുവായിട്ടാണ് കണ്ടത്. പക്ഷേ ഇന്നും അവർ ഓഷോയെ പറ്റി റെസ്പെക്റ്റോടു കൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഓഷോയോട് അവർക്ക് ഇന്നും പ്രണയമുണ്ടെന്ന് നമുക്ക് അവരുടെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു പരിചയവും ഇല്ലാത്തൊരു മനുഷ്യനെ അവർ യാദർശികമായ ഒരു ദിവസം കാണുകയാണ്. ആ കണ്ട നിമിഷം മുതൽ അദ്ദേഹത്തോട് അവർക്ക് പ്രണയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ എന്താ പറയുക, ആരാധന ഉണ്ടാവുകയാണ്. അത് ഓഷോയുടെ അവയർനെസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെന്ത് വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് വാണ്ട് ടു നോ. അപ്പം നമ്മളെല്ലാം ഈ അവയർനെസ്സിൻ്റെ കണ്ണിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്യുവർ അവയർനെസ് എന്ന് പറയുന്നത് ജഡ്ജിങ്ങിൻ്റെ ഒരു ഫാക്ടർ ഇല്ലാത്ത സംഭവമാണ്. കാരണം അവിടെ ജഡ്ജിങ് വന്നു കഴിഞ്ഞാൽ അത് പ്യുവർ അവയർനെസ് അല്ല. ജഡ്ജ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഓർമ്മകൾ, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ ഞാനെന്ന് പറയുന്ന ഭാവമാണ് എന്ന് മറക്കാതിരിക്കുക. താങ്ക് യു.